ഓക്കെ 3 ദിവസം കഴിഞ്ഞു ഒരുവിധം ഓക്കെ ആയിട്ടാ. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടാ, ഇതിന്റെ ഉള്ളിൽ പൊട്ടറ്റോ ചിപ്സ് പോലെ നല്ല കണ്ട സോഫ്റ്റ് കണ്ടാ. ആരാ ചോദിച്ചു പൃങ്ങൂന് എന്താ പഠിക്കാനുള്ളത്? പൃങ്ങൂന് എന്താ പഠിക്കാനുള്ളത്? ഗുഡ് മോർണിംഗ്. ഇന്നലെയും റെഡിമച്ചതേ നമ്മുടെ റാണിക്ക് ഉറങ്ങാൻ പറ്റിയില്ല റാണി. ഇന്ന് ഞാനിപ്പോൾ ഉറങ്ങിയിട്ടുള്ളൂ. സമയം 8:20. ഇന്ന് ആദ്യമായിട്ട് ഞങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ ഞങ്ങളെന്നെ വന്ന് വിളിച്ചത് പൃങ്ങുവാണ്. പൃങ്ങു റെഡിയായിട്ട് ഇന്നലെ രാത്രി ഡിഡ്ന്റ് സ്ലീപ്പ്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് പൃങ്ങു. പൃങ്ങു ഉറക്കത്തിനിടയിൽ 1000 തവണ എണീറ്റ് ചുമര് മാന്തുക, പിടിക്കുക, അവൾ എണീക്കുമ്പോൾ ഏറെ എണീക്കുക. ഞാൻ പൃങ്ങുവിനോട് പറഞ്ഞതാണ് ഇവിടെ കിടക്കാനായിട്ട്. അവൾ അതിൻ്റെ അടുത്ത് പോയി കിടന്നു. നീ പറയണ്ട കേട്ടാ. ഏസ്മയും അമ്മയും കൂടിയിട്ട് അപ്പുറത്തെ മുറിയിലേക്ക് കിടന്നേ. ഏസ്മ എല്ലാം 1 മണിക്കൂർ എണീക്കായിരുന്നു പറഞ്ഞ്. രാത്രി കുറച്ചെങ്കിലും അവൾ പാല് കുടിച്ചു. അവൾക്ക് ശരിക്കും പറഞ്ഞ അസുഖം കുറവുണ്ട്, പക്ഷെ ഇന്ന് നീരുവീഴ്ച പോലെയുണ്ട്. പിന്നെ തൊണ്ടയിലെന്തോ ഉണ്ട്. ഇപ്പോൾ ആ കുരു എല്ലാം കുറേശ്ശെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നല്ല മാറുക. അപ്പോഴേക്കും നോട്ടം കഴിഞ്ഞു. മാറുക എന്ന് പറയുമ്പോഴേക്കും കണ്ണുരുട്ടി. ഏസ്മേ നടന്ന് നോക്കണേടാ. കണ്ട ആടിയുടെ എവിടെയൊക്കെ കാണുന്നില്ല. അതിർത്ത് വയ്ക്കണ്ട നീ. ഇത് കണ്ട കുട്ടി എന്നാ കുട്ടിക്ക് വരണാവോ? ഞാനും വരാം. ഗീഗോ എസ്മേ മുട്ട് അടച്ച് മുട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ ആടാ കുട്ടിരെ. Thank you, Pringu. So what did you learn? What did you see? That's a good thing. See, ഇന്ന് ഡാഡയും അമ്മയും കുട്ടികളൊക്കെ സിക്കായി എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ പൃങ്ങു തനിയെ എഴുന്നേറ്റ് താഴെ വന്ന് മുട്ട പൊരിച്ച് റെഡി ആയില്ലേ? ഡാഡനെ വന്ന് വിളിച്ചില്ലേ? വിളിച്ചാ ഇല്ല? ആരാ ഡാഡനെ വിളിച്ചു? പിന്നെ ഞാനും എസ്മയും കൂടിയിട്ട് റൂമിൽ കിടക്കുമ്പോഴല്ലേ നീ വന്ന് ഞങ്ങളെ വിളിച്ച്? സാധാരണ ആരാ നിന്നെ? സാധാരണ കുട്ടീനെ ആരാ വിളിക്കാറോ? ഇറ്റ്സ് എ ഗുഡ് തിങ് ഓർ എ ബാഡ് തിങ്? മനസ്സിലായില്ലേ? സോ യു ആർ ഗെറ്റിംഗ് ഇൻഡിപെൻഡൻറ്റ്. ദീസ് തിങ്സ് ആർ ഹാർഡ് ബട്ട് യു ആർ ലേണിംഗ്. കുട്ടീനെ വിളിക്കാൻ വന്നത് എങ്ങനെയാ? എല്ലാം മാറിയിട്ടല്ലേ? എല്ലാം ഉടുപ്പൊക്കെ ഇട്ടിട്ടില്ലേ വന്ന്? ആൻഡ് 8:30 ആകുമ്പോഴേക്കും യു ആർ റെഡി. Ready? Yeah, 8:10 ഇപ്പോൾ 8:25. So you just about to go. See? It's a good thing. Congratulations for successfully completing your mission. Now, yeah. Kids out there, start doing stuff by yourself. Start learning a little bit. It's hard. It's not that too much of fun, but make it fun. Yeah. Pringu don't like it really, but what? Getting up by yourself, making egg. No, I like better waking up by myself. Oh, what about making egg? I like it. Okay. So I'm wrong, sorry. I'm good. ഞങ്ങളെല്ലാവരും കൂടി ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞേച്ചേ ഒരു ലോഡ് അപ്പിട്ട് വെച്ചിട്ടുണ്ട്. അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞേക്കണേ? അവൾക്ക് തിരിഞ്ഞിറങ്ങാൻ അറിയില്ല. ഇന്നെ തപ്പിപ്പോ വന്ന് ഞാൻ കളഞ്ഞു പോയാ? എന്താ അവിടെ കുട്ടിയാരാ നിക്കണേ? അതിന് കയറാനേ അറിയുള്ളൂ, ഇറങ്ങാറിയില്ല. നിന്നിട്ട് തിരിഞ്ഞിറങ്ങാ ചെയ്യാ. എത്തി. തേതി ഇന്നെ തേതിന്ന് വിളിക്കണേട്ടാ. ഇന്നെ തേതിന്ന് വിളിക്കണോള് അല്ലേ? തേതി ചേച്ചി അപ്പളേക്കും മറന്നു. ചേച്ചി പോക്കോ. ചേച്ചിക്ക് അറിഞ്ഞേടാ ബുദ്ധിയാ. 2 മിനിറ്റ് വരെ നിൽക്കുള്ളോ സ്കില്ല്. എടാ റെഡി ആവടാ, നീ ലേറ്റ് ആയി. 8:30. അവള് വെയിറ്റ് ചെയ്ത് നടന്നോളും. നീ സ്കൂളിൽ കൊണ്ടുപോയിട്ട് നിന്നെ നടത്താം. വൈകുന്നേരം ഞാനേ നീ വരുമ്പോഴേ ഇവിടെ നീ കമ്പ്യൂട്ടർ നോക്കിയിരിക്കില്ലേ? അത് സാരില്ല. നീ കമ്പ്യൂട്ടർ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ നടത്താനുള്ള പ്രാക്ടീസ് തരാം കേട്ടാ. കമോ നീ പോ പാടാടാ. സോ ഗുഡ് കം. എടി ഇവിടെ കൊണ്ട് ഞാൻ എന്താ നിപ്പിയാതി? സോമനോ
ഏ എവിടെയെങ്കിലും ചാരാണ്ട നിക്കില്ലേ ഉണ്ണി? കൈ പിടിച്ചോ? അയ്യോ എന്താ നോക്കണേ? കൈ പിടി നിന്റെ കൈ പിടി. വാ ആ ഉടുപ്പിട്ട് നടക്കാൻ പറ്റില്ലേ കുട്ടിക്ക്? അതാണ് വീഴുന്നത്. ആ ഐസ് സ്കേറ്റിങ്ങിന് പോലെ പോണ്. വാ നടക്കും വേണം. ധാരാളം പറഞ്ഞ അവിടെ നിന്ന് ഊരിയിട്ട് വിടാൻ. വാ എടി എല്ലാവരും ഈ അപ്പിയും ഇങ്ങോട്ട് വിട്ടു എന്തിനിപ്പോ? ഇന്നെ അന്വേഷിച്ച് വന്നാൽ വിടണ്ട കേട്ടാ. ഇന്നെ ചാവോളം അന്വേഷിക്കും ഇവര്. കാരണം കാശും പൈസയൊക്കെ വേണമല്ലോ. നീയും എന്താ ചേച്ചേ? ഞങ്ങൾ ഇന്ന ഒറ്റ കാര്യത്തിന് അന്വേഷിക്കൂ. ഈ ലോകം അങ്ങനെ ഉണ്ടായിട്ടില്ലേ പിന്നെയാണ് അല്ലേ? എടാ പിങ്ങ നീ അവളെ വെക്കടാ. പിങ്ങ ഇനി നീ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വേടെല്ലാം പുറത്തേക്ക് പുള്ളി വിട്ടാനുള്ള കാര്യം പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നീ അവളെ വിട്ടോ, അമ്മ വന്നിട്ട് എടുത്തോളൂ. നീ നിൻ്റെ കാര്യം ചെയ്യാൻ പോവാ. ഞാൻ യു ഡോണ്ട് നീഡ് ടു വെറി അബൌട്ട് ദം. ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് ആ ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കാൻ. നീ ചെയ്യില്ലല്ലോ. നേരെ ഓപ്പോസിറ്റില്ല. Everything is hard in the life. So you think people are stupid to make a fork? No. Then ഇടത്തെ കൈ തിരിച്ച് കഴിക്കാനായിട്ട് ഒരു ലേശം ബുദ്ധിമുട്ടുണ്ട്. ബട്ട് യു ലേൺ. മറ്റേത് നീ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്ത് കഴിക്കാനാണ് എളുപ്പം. See? The parents need to snap everything. മുട്ട വേണ്ട. ഇന്ന് കുട്ടിക്ക് മുട്ട തിന്നുമ്പോൾ എന്താ ഇറങ്ങണില്ല എന്ന് തോന്നുന്നു അല്ലേ? മരുന്ന് നീ എങ്ങനെ കൊടുത്തേ? ഞാൻ സിറിഞ്ചിലാണല്ലോ നില കൊടുത്ത്. സവ ക്രീം കഴിക്കണ്ട. ഇതേ പോണു. ഒക്കെ റിവേഴ്സാ പോവാ. കുഴിയാനെയാ സ്കൂളിൽ പോക്കാ. 3-4 ദിവസമായില്ലേ? ഇവിടെ ആരും പണിക്കും പോണില്ലേ, ഒന്നിനും പോണില്ലേ? കുട്ടികൾ വരണം കേട്ടാ. ഇനി വേറെ ആള് എത്തി. അവകാശവാദി എത്തി. ബായോ അവകാശവാദി. ബാ. ഹൗ ആർ യു ഡൂയിങ് അമ്മ? സോഫ അമ്മ എന്ന് വിളിച്ചപ്പോൾ അമ്മയുടെ മോളാണല്ലോ വിളിയാട്ട്. ഇന്ന് നമ്മളെ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫിജി ഇന്ത്യൻസ് കപ്പ പുഴുങ്ങിയിട്ട് വറക്കണത്. നമുക്ക് ഇന്നിവിടെ അന്നാൾ മേടിച്ച ബാച്ചിൽ കുറച്ച് കപ്പ ബാക്കിയിരുന്നായിരുന്നു. നമുക്ക് ഇവിടെ മറ്റേ ചമ്മന്തി ഇരിപ്പുണ്ടാ? എന്തെങ്കിലും ചമ്മന്തി. പിന്നെ ഞാനിതേ ഇവിടെ ചീസ് കൊണ്ടൊരു ചീസ് ക്രാക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. മോനെ വെറുതെ ചീസ് ഒരു പാനിലിട്ടിട്ട് നമ്മൾ ആക്കി കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. തണുത്ത് വരുന്നേ ഉള്ളൂ. എന്ത് വീക്കോ ചമ്മാ? അതെ, പല്ലില്ലാത്ത ആൾക്ക് പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാമ്പസ് നല്ലല്ലേ? ഞാൻ കഴിച്ചിട്ടില്ല ഇങ്ങനെ. ഞാനിത് തന്നെ കഴിച്ചിട്ടുള്ളൂ ഇങ്ങനെ. നല്ല ടേസ്റ്റ്. കീറ്റോ നീ ഇതുണ്ടാക്കിയോ? എന്ത് പണ്ടാരം അത് അല്ലേ? കഴിച്ചോ? കിട്ടുണ്ടാ ചുമനെ? കിട്ടുണ്ടാ ചമ്മ? പുതിയ സാധനം പാരഡി സൈഡിലേക്ക് ഇങ്ങനെ ഒടിഞ്ഞിരിക്കും. നാഗമ്മയുടെ നോ വേണോ? കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട്. ഒരു മോന്തര വലുപ്പം ഉണ്ട് അതിന്. അതാ വേണോ അച്ഛമ്മ? പൊട്ടിച്ചു തന്നെ. തണുക്കട്ടെ. തണുത്താലേ പൊട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് റബ്ബർ പോലെ ഇരിക്കും. തണുത്ത് വരുന്നുണ്ട്. തിക്കും തിരക്ക് ചില്ലറയില്ല. അതെ നൈസാണ്. കണ്ണിൻ്റെ മുകളിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് നമുക്ക് കേട്ടാ. പോവാ വർക്കൗട്ട് ചെയ്യാം നമുക്ക്. യശ്മുട്ടാ യശ്മുട്ടാ കിട്ടി. അമ്മയ്ക്ക് വേണ്ടേ? വേണ്ട. വളരെ നല്ല സ്നേഹമുള്ള ജനറസിറ്റി ഉള്ള കുട്ടിയാ അല്ലേ? അപ്പം നമുക്കിന്ന് വർക്കൗട്ട് ചെയ്യാം പോയിട്ട്.
വർക്കൗട്ട് ചെയ്യാന്ന് കേൾക്കുമ്പോൾ അമ്മയ്ക്കും മോൾക്കും കണ്ണ് ചെറുമ്പോണ്ടാ. നിനക്ക് ഏറയുടെ പോലത്തെ നോട്ടം ഉണ്ട് ഇപ്പോൾ കുറേശ്ശേ. എനിക്ക് ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോ ഇടയ്ക്ക് എനിക്ക് പിങ്ങു നോക്കണ പോലെ തോന്നും. എനിക്ക് തോന്നും നിന്റെ മോളഞ്ഞല്ലേ പിങ്ങു? അല്ല, പിങ്ങുവിനെ ഞാൻ ചീത്ത പറയാനൊക്കെ പിങ്ങു അങ്ങനെ നിൽക്കുമ്പോ, ഞാൻ എന്നെ ചീത്ത പറയുമ്പോ ഇങ്ങനെ നിൽക്കുമ്പോ പിങ്ങു നോക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യും. നിന്റെ ഓരോരോ ഫീലിങ്സ്. ഉണ്ടാവും ഏറെ പോലെ. എന്തിനാണ് മോളെ ആ വെള്ളം കുപ്പി ഇത് കൈക്കോട്ടല്ല ഇങ്ങനെ എടുത്ത് മറിച്ചിടാൻ. ദാറ്റ് വാസ് എ ഗുഡ് സെഷൻ. 25 minutes ഹോൾ ബോഡി ആയിരുന്നു. 3 കഴിഞ്ഞപ്പോൾ 5 എന്ന് പറഞ്ഞല്ലോ അച്ഛമ്മു അല്ലേ? 5. I think you guys can see me on the camera. See? Good. Beautiful. Come on, we eat some lunch. ദാമ്പടിക്ക് ഇപ്പോഴത്തേക്ക് വേണ ദേ. Come on, വാ. മാമുണ്ടാ നമുക്ക്. 5 ദിവസമായി വർക്കൗട്ട് ചെയ്തിട്ട്. എച്ചമ്മു സിക്കായതിനു ശേഷം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല. എച്ചമ്മുവിനെ നോക്കുന്ന ഏറ്റവും വലിയ വർക്കൗട്ടായിരുന്നു ഇവിടെ. വാ മാമുണ്ണാം, വാ. നല്ല ഉറക്കം വരുന്നുണ്ട്. നോ. ഓക്കെ, അവർ ലഞ്ച് മിൻസ്ഡ് മീറ്റ്. ഓക്കെ, വീണ്ടും പൂവൻ്റെ മിൻസ്ഡ് മീറ്റ് ആയിട്ട് വന്നു എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കണേ അല്ലേ? മിൻസ്ഡ് മീറ്റ്. ഇതേ മീറ്റ് നല്ല ബ്രൗൺ ആയിട്ട് വന്നു കണ്ട. അധികം ഇളക്കരുതിട്ടാ. ഐ ഓൾവേസ് ആയി കുറച്ച് ഉപ്പ് ആൻഡ് സം ടാക്കോ മിക്സ്. എനി സ്പൈസസ് കേട്ടോ. ഈസി പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് and lots of micronutrients. People see no micronutrients in here. എന്നിട്ട് വൈറ്റമിൻ സി കുറവാണെന്നും പറഞ്ഞ് നടക്കും. ഏറ്റവും കുറവുള്ള വൈറ്റമിൻസിനെ കുറിച്ചും മിനറൽസിനെ കുറിച്ചും നമ്മൾ ലെസ് ലൈക്കിൽ ടോക്ക് ചെയ്യാറുള്ളൂ. വാട്ട് എ വണ്ടർഫുൾ വേൾഡ്, യു നോ. ഇനി ഇതേ നമ്മൾ കഴിഞ്ഞ ദിവസം പാസ്തയ്ക്ക് ചേർത്ത സെയിം ബോളോഗ്നൈസ് സോസ്. ബ്യൂട്ടിഫുള്ളിയോ ഡൺ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഹൗ ഇസ് ദാറ്റ്? നൈസ് അല്ലേ? ഈസി ലഞ്ച് അല്ലേ? ചീസ് ലൈക്ക് ഗോൾഡ. ചീസ് 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 ചീസ്. വേണമെങ്കിൽ ഇതിൽ കുറച്ച് പാസ്ത അല്ലെങ്കിൽ നൂഡിൽസ് അതല്ലെങ്കിൽ ഹാഫ് ബോയിൽഡ് റൈസ് ഒക്കെ ഇടാം കേട്ടോ. ഓക്കെ, and it comes beautiful. So there's one of portions that I'm gonna eat. And some sour cream with it. ഇതെൻ്റെ പോർഷൻ ആട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കെസദിയ, ആ കെസദിയ ഒരു പീസ് വെച്ചിട്ട് കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് റബ്ബിഷിൽ ഇടേണ്ടി വരും. ദിസ് വൺ ഹിയർ. സോ ഡൺ. നൗ മൈ ഫേവറേറ്റ് POV. There we go Golda, there we go Golda, there we go Golda, there we go Golda. ഗോൾഡ ദേവികോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ ദേവികയാക്കിയിട്ടാ. ദേവി ആത്യലാകമിലകാൻ. കഴിച്ചാ? അവൾ കഴിക്കണ്ട? അത് മതി, അത് മതി. ദാറ്റ് ഈസ് ഫാർ ബീര. സ്പൂൺ കൊണ്ടുവരാട്ടാ. ബാ ഇങ്ങോട്ട് വാ. കുട്ടി ഇങ്ങോട്ട് പോന്നോ? ബാ. അപ്പൊ ആരാ അങ്ങോട്ട് ഓടാൻ പറഞ്ഞേ? എന്നാ സ്പൂൺ. എങ്ങനെയുണ്ട് കഴിച്ചോക്കിട്ട്? എങ്ങനെയുണ്ട്? ഞാൻ കെസഡി മാത്രമേ കഴിച്ചുള്ളൂ. എൻ്റെ നെഞ്ഞത്തെ വേദന മാറിയിട്ടില്ല കേട്ടോ ഗൈസ്. എന്താ എൻ്റെ വായെല്ലാം പൊള്ളി. എന്ത് ചെയ്തിട്ട്? രാവിലെ അപ്പിട്ടപ്പോൾ ചോരയും വരുന്നുണ്ട്. വാ പൊള്ളി. എന്ത് ചെയ്തിട്ട്? തൊണ്ടയിൽ എന്തോ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇത് എടുത്ത് തിന്നിട്ടാണോ എന്ന്. അപ്പൊ നീക്കല്ലേ അത് തിന്നേ? ചൂടുണ്ടോ? ഇല്ല. അയച്ചാണോ? ഇന്നലെ ഒരു തമാശ ഉണ്ടായിട്ടാ. എന്തോ? ഇന്നലെ ഇവിടെ ഒരു ചാവണ വിഷയമായിട്ട് വന്നു. നീ ഓർക്കുണ്ടോ? ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരും കൂടെ മുകളിൽ ഒരുമിച്ച് ബെഡിൽ കിടക്കേട്ടാ. എന്നിട്ട് ഗോൾഡയുടെ റൂമിലേക്ക് കിടക്കാൻ പോവാ. ആ സമയത്ത് ഗോൾഡയ്ക്ക് ഭയങ്കര ഫാമിലി ലവ് വന്നു. ഇല്ല, അതിന് മുന്നേ പറഞ്ഞത് മോൻ ഓർമ്മയില്ലേ? അപ്പം അതിന് മുന്നേ ഇവിടുന്ന് മോൻ എന്തോ പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു ഞാനെങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു മോൻ്റെ ഈ സാമ്രാജ്യം ഞാൻ കൊണ്ടു നടക്കുന്നത്, പിള്ളേരെ നോക്കി ഞാൻ എല്ലാം. എന്നിട്ട് ഗോൾഡ റൂമിൽ വലിയ കാര്യത്തില് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കിടക്കുക ബെഡിൽ നിരന്നിട്ട്. ഗോൾഡ ഭയങ്കര റൊമാൻറ്റിക് ആൻഡ് ഫാമിലി ഒക്കെ ആയിട്ട്, മോനെ നിങ്ങളിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഞാനെങ്ങനെ മരിച്ചു പോയാൽ നിങ്ങൾ 4 പേര് ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കില്ലേന്ന് ചോദിച്ചു.
അപ്പൊ ഞാൻ പറഞ്ഞു 4 അല്ല, ഞങ്ങൾ 5 പേരുണ്ടാവും. ആ നീ മരിച്ചാൽ നമ്മൾ ഞാൻ വേറൊരു പെണ്ണിനെയും കൂടെ കൊണ്ടുവന്നു. ഗോൾഡയുടെ മോന്ത. ഓ എന്ത് ഗോൾഡ്, നീ പ്രതീക്ഷിച്ചില്ലല്ലോ അത്? ഇല്ല. എന്തായാലും മരിച്ചു കഴിഞ്ഞിട്ട് ഏതായാലും പിന്നെ കുഴപ്പമില്ല. അതല്ല ഞാനും പറഞ്ഞ, നീ അതിനോട് വിഷമിക്കണേ. ഞാൻ നിന്റെ പോലത്തെ ഒരെണ്ണത്തിന് ഇനി ഒരിക്കലും പോകാൻ കഴിക്കില്ല. നല്ല ഡൗൺഗ്രേഡ് ചെയ്യും. ഞാനിനി പോകാൻ കഴിക്കില്ല കേട്ടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മോൻ ആ 5ാമത്തെ ആള് വരുമ്പോഴത്തെ ഒരു കാര്യം മോനോട് ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെ ഒരു മൂത്ത മോളുണ്ട്, പ്രിങ്ങു നിങ്ങളെ ചവിട്ടി പൊതുക്കുന്നു. ഞാൻ പറഞ്ഞു പ്രിങ്ങു എന്തോരം ബോയ്സിന് കൂടെ പോണത് ഞാൻ അവസാനം കണ്ടെത്തേണ്ടി വരും. ഇന്ന ആരും ചവിട്ടിലേക്കുള്ളേ. ഐ ഹാവ് ഓൾ മൈ ഫ്രീ വിൽ. പിങ്ങ് മോനെ ശരിയാക്കും, പെണ്ണിനെ ശരിയാക്കും. നമുക്ക് ജനങ്ങളോട് ചോദിക്കാം, നിങ്ങൾ എത്ര പേര് വോട്ട് ചെയ്യും നമ്മുടെ പെണ്ണ് മരിച്ച 2ാമത്? There is nothing wrong in it. റോങ്ങൊന്നുമില്ല. എടിയാ എൻ്റെ കൂട്ടത്തിൽ പിന്നെ അവരുടെ ലൈഫിലുണ്ടാവുക. ഇപ്പൊ എന്താ വെച്ചാൽ എൻ്റെ പോലെ മിന്നിലാണത്. അതാ കഴിഞ്ഞ ദിവസം മോനെ ഞാനൊരു ഫോർവേഡ് മെസ്സേജ് ഇൻസ്റ്റയിൽ അയച്ചിട്ടുണ്ട്, കണ്ടാ? അതെടുത്ത് നോക്കി നോക്ക്. അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ജന്മത്തിലെങ്കിലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ കിട്ടട്ടെ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനമുള്ള. അത് പെർഫെക്ഷൻ നോക്കുന്ന ആൾക്കാർ. എനിക്ക് പെർഫെക്ഷൻ ഇഷ്ടമല്ല, എനിക്ക് കേവ്സ് ആണ് ഇഷ്ടം. ആ പെർഫെക്റ്റ് അല്ല. അതന്നെയാ പറഞ്ഞേ, കേവ്സ് ഉദ്ദേശിച്ചത് ലൈഫിലെ കേവ്സ് ഉദ്ദേശിച്ചത്, അപ്സ് ആൻഡ് ഡൗൺസ്. ഐറ എന്തേ പിന്നെ? ഐറ വേറെ ഐറ എവിടെ? ഇതിനുള്ള അറിയാത്ത പോലെ അതിനകത്ത് കയറ്റി കിടക്കാൻ വന്നാ. നിങ്ങൾ ഉറങ്ങാൻ പോവാട്ടാ. ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങും. ഇന്നലെ ഇതുപോലെ കിടപ്പ് കിടന്ന് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിറ്റു. എനിക്ക് അസുഖം പഞ്ചീനയാന്നൊക്കെ എനിക്കറിയാം. അതിൻ്റെ അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോൾ എണീക്കണം എന്നല്ല, പഞ്ചീനദിയ എന്നാണോ നീ കേട്ടെ? എന്താ അസുഖത്തിൻ്റെ പേര്? അൽപ്പഞ്ചീബിയാ? ഹെർപ്പഞ്ചീന. നോക്കാനല്ല പറഞ്ഞേ, ഇവിടേക്ക് മലയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോളോ. എൻ്റെ തൊള്ളടച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളാരും. കിട്ടൂട്ടേന്ന് അല്ല, മര്യാദയ്ക്ക് ഇവിടെ കിടന്നുറങ്ങുക, മിണ്ടാണ്ടിരിക്കുക, ഉറങ്ങുക. ഓക്കെ, ഗുഡ് നൈറ്റ്. മുഖത്തൊക്കെ സംസാരിക്കടേ. ഏറാണെങ്കിൽ അങ്ങനല്ല. എനിക്ക് പോകുന്നു വേണ്ട, ഭൂതകാലത്തിലെ മറ്റേ ആ പുള്ളി എനിക്ക് പോണ പോലെ കരഞ്ഞ് നല്ല ഉറക്കം കിട്ടും. ഒരു ഉമ്മ അടിച്ചൊരു ഉമ്മണ്ണേ പോയാലോടെ നിന്ന്. ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. ഞങ്ങൾ പവർ നാപ്പും 5 മണി വരെ ഇവിടെ കിടന്നോട്ടാ. അതിന് ഞാൻ 5 മണി വരെ ഇറങ്ങുക. ഈ സാധനം എൻ്റെ കൊണ്ടുപോകണം കേട്ടോ, പ്ലീസ് പ്ലീസ് അമ്മ, പ്ലീസ് അമ്മ. ഞാനൊരു വയ്യാത്ത ആളല്ലേ, എൻ്റെ തൊണ്ടയില്. ഓ എൻ്റെ പൊന്നുമോനെ, എനിക്ക് എന്തോ ഉണ്ട് പറഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ കൊളായതാ. എനിക്ക് തൊണ്ടയിൽ ഒക്കെ ഉണ്ടടി, എന്തോ കുഴപ്പമുണ്ടടി. ഗോൾഡ് എൻ്റെ ഇൻഡസ്ട്രിയിലൊക്കെ എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റാന്ന് പറയുമ്പോൾ ഞാൻ പകുതിയിലധികം ചാവും. അത്ര ധൈര്യവാനാണ് ഞാൻ. പൂമ്പാങ്ങ എൻ്റെ പേര്, പൂമ്പാങ്ങല്ല. എൻ്റെ കള്ളക്കാരെ ഏറ്റെടുത്ത് നടക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. നീയാ കള്ളുമുപ്പിൽ അത്ര ഇല്ലല്ലോ നീയേ? ഉണ്ടോ? ഏറെ എനിക്ക് വിശ്വാസമാണ്. ഒന്നില്ലെങ്കിൽ അവളെ ആൾക്കാരനെ പഠിപ്പിച്ചിട്ടെങ്കിലും ജീവിച്ചോളൂ. നീയോ? എനിക്കെന്നും ഹെഡ് ഫുഡ് ആൻഡ് നോട്ട്സും ഇതാ. ഓക്കെ, വാ മൈക്കത്തിന്നെ കൊണ്ടുപോയേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നല്ല രസമുണ്ട് കേട്ടാ. ഞങ്ങൾ പെരുന്നാളിൻ്റെ ആൾക്കാരായിട്ടാ കുട്ടീനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ അച്ഛമ്മൂ, ചേച്ചി, രാവിലെ എൻ്റെ ബേബി ഫുള്ള് സേഡായിട്ട് ഉക്കുളി പോയത് അല്ലേ? ആ ഡേഡി അറിയാൻ പോലില്ല അവര് പറയാം. ഇതാണോ എയർ ഇവിടെ ഉണ്ടെന്ന് അറിയണില്ല. എന്നെ പറ്റിയാ കുഞ്ഞപ്പാ? ഭയങ്കര ക്വയറ്റാന്ന്. അല്ലെങ്കിൽ ഒന്ന് മാന്തി ഒന്ന് തോണ്ടി. നിന്നെ തോണ്ടു, ഇപ്പൊ തോണ്ടു. വീട്ടിലേക്ക് എത്തട്ടെ കേട്ടാ, നിനക്കുള്ള പണി തരാം. അതിനെന്തോ ഒരു അസ്വസ്ഥത പോലെ കാണിക്കുന്നുണ്ട്. എരുമ്മ അവിടെ മുട്ടോടിയാണോ നീ? അവിടെ മുട്ടോടിയാണോ നീ? ഇടയ്ക്കൊരു കടി തന്നെ. ഞാൻ കയറേ, നീ ഓടിക്ക്. ഒന്ന് വണ്ടി ഓടിക്കറി. എനിക്ക് മേലെന്ന്, എനിക്ക് വയറിന് വയ്യ, ചോരയാ തൂർന്ന്. നീ തമാശയാ? ഞാൻ ഇന്നും കഴിഞ്ഞ നാളെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആളാ.
അമ്മ ഇരിക്കുന്ന ടേബിൾ മുറുക്കിയിട്ട് ഇപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആ നല്ല കാന ടേബിളിനല്ല തണുക്കുണ്ട് ഏയ് രാ ഡിഡ് യു മിസ് എസ്മേ എസ്മേനെ മിസ് ചെയ്താ ഏയ് രാ മിസ് ചെയ്താ അയിമ കയറണ കുട്ടിക്ക് ആണാ ദേദിയ എല്ലാവരും ദേദിയാണല്ലോ ഞാൻ വെച്ചാൽ ഇന്ന ദേദിന്ന് വിളിക്കുന്നത് ഡാഡയെന്ന് ഡാഡ കുട്ടികൾക്ക് കപ്പ പൊരിച്ചോണ്ടിരട്ടെ കുട്ടികൾക്ക് അമ്മ എന്താ കേക്ക് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണ്ട എന്നാ കേക്ക് ഉണ്ട് അതിന് അമ്മ ഓൾറെഡി ഉണ്ടാക്കിയെന്നാണല്ലോ പറഞ്ഞേ ഉണ്ടാക്കിയിട്ടില്ലേ പിന്നെ ഇതിന് നീ ഓവൻ ഓണാക്കാൻ പറഞ്ഞേ ആ അത് ശരി ഓക്കെ നമ്മുടെ കപ്പ വേവിച്ചിട്ട് ഇപ്പോൾ തണുത്തു വിട്ടാ കപ്പ വേവിച്ച് അപ്പം തന്നെ മുറിക്കരുത് ഒന്ന് തണുത്തിട്ട് വേണം എന്നാലേ നമുക്ക് ഷേപ്പ് കിട്ടുള്ളൂ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ നാരൊന്നും നമുക്ക് വേണ്ട ഓക്കെ എന്നിട്ട് ഇതിനെ ഇതുപോലെ കട്ട് ചെയ്യാം ഇനി ഞാൻ നമ്മുടെ കപ്പ വറക്കാൻ പോകാൻ കേട്ടോ കണ്ട പുഴുങ്ങിയ കപ്പ കഷ്ണാക്കുക വറക്കുക ഇത് മസാലയിലൊക്കെ മുക്കും നമ്മുടെ കടലമാവിലൊക്കെ മുക്കിയിട്ട് വറക്കുക അവർ ജീരകമൊക്കെ ഇട്ടിട്ട് വി ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ് ലൈക്ക് ദിസ് ഇതേ ഇപ്പോൾ ഏതാണ്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞു നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഔട്ടറാണ് ക്രിസ്പി ആവേണ്ടത് ഇന്നർ ഒരു കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഇനി നല്ല ക്രിസ്പി ആക്കണമെങ്കിൽ യു ക്യാൻ ഫ്രൈ മോർ അത് പുറത്തേക്ക് എടുത്താൽ അപ്പം തന്നെ ഇതിൽ കുറച്ച് ഉപ്പും മസാലയൊക്കെ ചേർത്തോളാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഇതേ നമ്മളിപ്പോൾ വറുത്ത് കോരി അപ്പം തന്നെ കുറച്ച് ഉപ്പ് നമുക്ക് വേണ്ട എന്തെങ്കിലും കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് മിക്സ് 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 ടോസ്റ്റ് ആൻഡ് ഇറ്റ്സ് നൈസ് ആൻഡ് ക്രിസ്പി വൺ ലുക്ക് അതിനിവിടെ സൗണ്ട് കേൾപ്പിക്കാനൊന്നും പറ്റില്ല ഗൈസ് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഉണ്ടാവും അതെ അതിന് ഏത് നേരം അതിൻ്റെ കുരു പൊട്ടും ഇത് നോക്കിയോട്ടോ അതിൻ്റെ ക്രിസ്പിനെസ് കണ്ടെടുത്തോട്ടെ ഇന്നലത്തെ ഞാൻ ആ ബീഫിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ മൊത്തം അങ്ങനെയായിരുന്നു അതിന് കരയാൻ പോലും വയ്യൊന്നും മിണ്ടാണ്ടിരുന്നാ പറ്റില്ലേ ഇനിയിപ്പോൾ ഇത് വേണമായിരിക്കും കണ്ട ഇതിൻ്റെ ഉള്ളിൽ പൊട്ടറ്റോ ചിപ്സ് പോലെ നല്ല കണ്ട സോഫ്റ്റ് കണ്ട ഈ മസാല എന്തിനാ പുറത്തിട്ടേണേ വെറുതെ കഴിഞ്ഞ ദിവസം പൊടിച്ചാലോ ആ എങ്ങനെയുണ്ട് അതിന് മറ്റേ മുളക് പൊടിയുടെ ഒക്കെ മല്ലിയുടെ ഒക്കെ മണം ആ അതെല്ലാം ഉണ്ട് മുളക് പൊടി എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ചിപ്സ് വേണ്ട കമന്റ് ടേസ്റ്റ് ലെറ്റ് മീ നോ പ്ലീസ് നല്ല ടേസ്റ്റ് ഉണ്ട് വയറ് വേണ്ടത്തിട്ടൊന്ന് ചാവും മനുഷ്യൻ chips. ആവശ്യം എരിവൊന്നുമില്ല അങ്ങനെ അതിനുണ്ടപ്പോ But it's good. കുടിക്കണ ഗോൾഡ ബിബിങ്ക വീണ്ടും ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ബിബിങ്ക സ്റ്റീംഡ് വേർഷനും കൂടി ഉണ്ട് ഇന്ന് ഓക്കെ സോ 2 ബിബിങ്കാസ് നല്ല അടിപൊളി ഡെസേർട്ട് ആട്ടാ ഗോൾഡ് അത് ഉണ്ടാക്കി തെളിയുമ്പോൾ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു ഇതെന്നിട്ട് കായ പിന്നെ ആ പുത്ത ഓക്കെ പുത്ര ഏയ് അമ്മേടെ ഡാൻസൊക്കെ കൊള്ളാട്ടാ ആ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരുന്നത് അച്ചുമുട്ടൻ എന്താവും അറിയില്ല ഇവിടെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എല്ലാം കഴിഞ്ഞു നീ ഇനി കൊടുത്ത കുഴപ്പമൊന്നുമില്ല ഏയ് വിശക്കുണ്ട് കഴിക്കണ്ടോ നോക്കാം ആദ്യം ഹംഗ്രിയാണോ അച്ചുമ്മോ ഓ എടീ നാവൊക്കെ ഉണക്കുണ്ട് കേട്ടാ കൊണക്കിട്ട കോഴി അപ്പോൾ ഇന്നലത്തെ ബട്ടർ ചിക്കനും അതുപോലെ തന്നെ കുറച്ച് റൈസും പിന്നെ കുറച്ച് തൈരും ആ ഇന്നലെ അവളത് കഴിച്ചായിരുന്നോ കുറച്ച് ഇല്ലേ എന്നാൽ ഞാൻ അവൾക്ക് വേണമെങ്കിൽ യോഗട്ട് മാത്രമായിട്ട് എടുക്കാൻ വേണമെങ്കിൽ എന്നിട്ട് കൊടുത്തേ അന്ന് ഞാൻ അവൾക്ക് മുട്ട എടുക്കാം എന്നാൽ നീ ഒരു കാര്യം ചെയ്യ് നീ അവൾക്ക് കൊടുത്തോ കുഴപ്പമില്ല
ആ ചിലപ്പോൾ പിന്നെ കഴിക്കും. പാട്ട് ഓഫ് ചെയ്ത പിന്നെ ടി വി ഓഫ് ചെയ്ത. ഓ എന്താ പേരമ്മയുടെ ഒരു നോട്ടം നോക്കിയേ. ഏരമ്മാ don't you want to eat chicken curry? ഹേയ് അപ്പം അതിനെ ഉപദ്രവിക്കുന്ന എന്തിനാ കേട്ടോ? ഏയ് ആ മതിട്ടാ ഞാൻ കൊടുക്കണ്ടട്ടാ. പാട്ട് പാടാൻ വരുമായിരുന്നു. തുപ്പായിരിക്കണ ഇത് നിലത്തേക്ക് പോണ ഓരോ പീസ് നോക്കണ്ടിട്ടാ. പൊന്മാൻ മറ്റേ കുളത്തിന്റെ സൈഡിൽ ഇരുന്നിട്ട് മീനിനെ നോക്കണം പോലെയാ. കട 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 ഈ റയ്യ ടൺ 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 ടുണ്ടുണ്ടും എച്ചും മുട്ടന് വേണ്ട 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 എനിക്ക് വേണ്ട. എരിയാനായാലും ഒന്നുമില്ലല്ലോ, ഞാൻ കഴുകിയതാണേ. ഞാൻ അവൾക്ക് ഞാൻ ലേശം മുട്ട ഞാൻ അവൾക്ക് മുട്ട ഒരെണ്ണം കൊണ്ടുവരാം. ആ ഓക്കെ ഓക്കെ. എന്നാ കുടിക്കുന്ന വെള്ളം എന്നാ അതും വേണ്ട. അത് ശരി. അപ്പോൾ അത് തട്ടിക്കളഞ്ഞതിനാ? അതെ അതും കൂടി വേണ്ട, എനിക്കുണ്ട് കാട്ടിക്കോട്ടോ. ഇത് ഞാൻ അവർക്ക് കുറച്ച് ചീസും കോഴിമുട്ടയും പിന്നെ കുറച്ച് ക്രീമും കൂടെ ഒരു സാധനം കുക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരാഴ്ച പണിയില്ലാതെ ഗോൾഡ് ഇരിക്കണേ. ചൂടുണ്ടേ? ചൂട് കുറഞ്ഞാ? മറ്റമ്മീ എച്ചമുട്ടിന് കോഴിമുട്ട എച്ചമുട്ടിൻ്റെ ഗോ ടു നമ്പർ 1 ആട്ടാ, ഒരു ഡൗട്ടില്ല. ആ മുട്ടച്ചോറ് എച്ചമുട്ടിന് മുട്ടച്ചോറൊന്നും വേണ്ട, മുട്ടയും ചീസും മണക്കാൻ നടിക്കും. അല്ല ചീസിൽ മുട്ടയില പിടിച്ചെന്നാ ഈ 3 ദിവസവും കുറച്ചെങ്കിലും കുറച്ച് അതാ കഴിച്ചത്. ഇറപ്പുണ്ണിന് ഒന്നുമില്ല. ആരെന്താ കഴിക്കണ വെച്ചെങ്കിൽ രണ്ടാമത് കൊണ്ടുവരുന്ന ഫുഡ് ഞാൻ കഴിച്ചിരിക്കും. ആദ്യമുള്ളത് എനിക്കുള്ളത് എനിക്കറിയാം. ഗുഡ് ഗേൾ അച്ചമ്മോ, ദാറ്റ്സ് നൈസ്, യു ലൈക്ക് ഇറ്റ്. നോക്കിയേ 3 ദിവസം കഴിഞ്ഞ് ഒരുവിധം ഓക്കെ ആയിട്ടാ. ഇന്നാണ് ഒരുവിധം ഓക്കെ ആയത്. പക്ഷെ ഇന്ന് സകലമാന മേലും ചൊറിയുണ്ടതിന്. ഗുഡ് ഗേൾ. ഇവറ്റങ്ങൾക്ക് വെറുതെ ചോറും കറിയൊന്നും ഉണ്ടാക്കിയിട്ട് സമയം കളയേണ്ട കൂടെ മുട്ട മേടിച്ചേക്ക് കൊടുക്കുക. മുട്ട ഗേൾസാണ്. റാഗി ഫ്രണ്ടിനെ കണ്ട എസ്മേ 4 വായ കഴിച്ച മതി അതന്നെ വേണ്ടോ? ആ അപ്പതിനെ പോയിട്ട് മാന്തിയില്ല ജോബേ. ഗുഡ് ഗേൾ. യാ വി ഗോട്ട് 2 grams പ്രോട്ടീൻ പെർ പേഴ്സൺ. അമ്മ വാട്ട് ആർ യു ഗോണ ഈറ്റ്? ഞാൻ കെസതി ഉണ്ടാക്കണം. എനിക്ക് ചിക്കൻ കറി ഇഷ്ടപ്പെട്ടില്ല. അത് ഇന്നലെ എന്തോ മണ്ണ് ചോവായിന്. നിങ്ങൾ കഴിച്ചോ? കുട്ടി കഴിച്ചോ? ഫുൾ അവൾക്ക് കൊടുത്തോ? മേഡം എന്നിട്ട് മറ്റേ ചൂണ്ടക്കുളത്ത് പോലെയാണല്ലോ ഇരിക്കണേ. എന്തൊരു പണി? അല്ല ആരാ ചോദിച്ചു പ്രിങ്ങൂന് എന്താ പഠിക്കാനുള്ളതെന്ന്? പ്രിങ്ങൂന് എന്താ പഠിക്കാനുള്ളത്? പ്രിങ്ങൂന് ബേസിക്കലി ഒന്നും തന്നെ വലിയ കാര്യമായിട്ട് ഹോംവർക്കോ ഒന്നുമില്ല. രാവിലെ മൊത്തം അങ്ങനെ IXL എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഈ മാത്സ് ഒക്കെ കുറച്ച് ഇങ്ങനെ എന്താ പറയാ ഉത്തരം കയ്യിൽ തന്നെ ഉണ്ടാവും. വേറെ ഒന്നുമില്ല ഈ കുട്ടികൾക്ക് പഠിക്കാൻ കേട്ടാ. ഒരു ബുദ്ധിമുട്ടും ഇല്ല കുട്ടികൾക്ക് ലൈഫിൽ. സ്കൂളിൽ പോകണമെന്നില്ല, നിർബന്ധമില്ല. പക്ഷെ എന്തോ ഒരു കാര്യത്തിന് സ്കൂളിൽ നിർബന്ധമായിട്ടും പോവും. അത് പോകണ്ടെന്ന് പറഞ്ഞാലും പോവും. 100% അറ്റൻഡൻസ് ആണ്. ഒരു ഒറ്റ ദിവസം പോലും ഗതി 5 മുട്ടിയല്ലേ സ്കൂളിൽ പോകണ്ടിരിക്കുള്ളൂ. ഞാൻ ഇപ്പം ഈ 2 ദിവസം പറഞ്ഞു രാവിലെ പോകണ്ടാന്ന്. രാവിലെ എൻ്റെ ആള് പോയിരിക്കും. നമ്മളൊക്കെ എത്ര കൊതിച്ചിരിക്കുന്നു. അതാണ് കാര്യം. പഠിക്കാൻ ബേസിക്കലി ഒന്ന് നിനക്ക് വലുത് അറിയോ? സ്കൂൾ ഇസ് ഫൺ, ദാറ്റ്സ് ഗുഡ്. അല്ല എന്തെങ്കിലും അറിയോ കുട്ടിക്ക്? ഒരു ബേസിക് നോളജ് അവർക്ക് അവിടെ നിന്ന് കിട്ടും. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും ഹോംവർക്കൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിയും. പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ സ്കൂളിൽ പോയിട്ട് പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്കൂളിൽ പോയാൽ മതി. പക്ഷേ ലൈഫ് പഠിക്കണം. ദാറ്റ്സ് ദ ടഫസ്റ്റ് പാർട്ട്. യു ക്യാൻ ഡോക്ടർ ആവാം, എഞ്ചിനീയർ ഒക്കെ ആവാം നിങ്ങൾക്ക്. Learning life is the hardest bit, you know. It comes with a lot of challenges. Dealing the life is the hardest thing. നോക്കിയേ എത്ര നേരം വേണം? 70 ഗ്രാമിൻ്റെ മുട്ട ബും പാങ് അടിമുട്ടി ബാങ് കൊട്ടിമുട്ടി ബാങ് അടി കണ്ട ഉച്ചാടി. ഒരു ആഫ്റ്റർ 2-3 days you had a good feed. ചേച്ചി കുട്ടുമടിയാടി. അതിൻ്റെ മുഖത്ത് എടാ മോനെ നീ പിടിച്ചാൽ അത് അടിയായിട്ടാണ് മാറുന്നത്. ഞാൻ തൊടാൻ സമ്മതിക്കില്ല എന്നെ കൊണ്ടെന്നാണ് പറയണേ. മുഖമൊക്കെ അടച്ചു പിടിച്ചു. എച്ചുമ്മ അത് കളിയാന്ന് വിചാരിച്ചിട്ടാ.
കുഞ്ഞിപ്പല്ലാണോ കുട്ടരെ? ആ പീക്കബു ഇപ്പോഴാ കളിപ്പിക്കുന്നേ. പീക്കബു പീക്കബു. ആ ഇവളുടെ കണ്ണ് തലേമയാന്ന് തോന്നുന്നുണ്ട്. ഞണ്ടാ. ആ ഏയ് ഓറിയന്റേഷൻ തെറ്റിപ്പോണ്ടല്ലോ. ആ ഐസ് കുട്ടിയെന്ന് ഞണ്ടാണോ? അയ്യോ ഇതൊക്കെ ഏറെ വിളിക്ക് ഭ്രാന്തായി വന്നു. ഡീ കണ്ണ് കണ്ണ് ആരോ പീക്കബു തന്നെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ആരുടെ കുഞ്ഞുകുണ്ടീന്ന് അപ്പി പോയത്? പോയിട്ടുണ്ട് കേട്ടോ. നല്ല മണം. നീ അങ്ങനെയാണോ ഇനി? സത്യം പറഞ്ഞോട്ടാ ഡാഡ 2 തവണ ഇന്ന് പടച്ചു. ആ അതിന്റെ പക്ഷെ വരാതായിട്ടില്ല. കപ്പ വരും. ആരോ അപ്പിട്ടുണ്ട് ഉറപ്പ. നല്ല മണം എൻ്റെ ഉണ്ട്. ആ ഇപ്പൊ എനിക്ക് എന്റെ ഗോൾഡ് 2 ഫുഡ് അപ്പി. ഇത് ഞാൻ സ്നിഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്നിഫ് ചെയ്യുള്ളൂ. ഗുഡ് ഈറ്റിംഗ് 2 grams പ്രോട്ടീൻ റൈറ്റ് ഹിയർ. മതിയുടെ. ആ ബിബിങ്ക റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിനെ സ്റ്റീം ചെയ്തിട്ട് കള്ളപ്പം പോലെ ആക്കിയിട്ടുള്ള അത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇപ്പൊ തന്നെ കഴിക്കാം. അതെ ഇതാണ് കേട്ടാ. ഇത് ശരിക്കും ഒരു ബിബിൻകയുടെ ബേക്ക്ഡ് വേർഷൻ. നമ്മുടെ ഒരു കുക്കിയൊക്കെ പോലെ ഇരിക്കുന്നത് തന്നെയാണ്. ഡെഫിനറ്റ്ലി വിൽ ഡു എ പ്രോപ്പർ വീഡിയോ അബൌട്ട് ദിസ്. ഞാനല്ല ഗോൾഡ് കുക്സ്. ഇത് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് അറിയില്ല. ബട്ട് ടേസ്റ്റ് വൈസും ഇതെല്ലാം അടിപൊളിയാണ്. ബ്യൂട്ടിഫുൾ. കണ്ട ഇവർ 2 പേരും ഡിന്നർ കഴിച്ചു. ഞാൻ ആക്ച്വലി ഗോയിങ് ടു മേക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് ഫ്രൈഡ് റൈസ്. ഷോ യുവർ സ്കിൽസ് പ്ലീസ്. ഫിലിപ്പീൻ കിണ്ണത്തപ്പം അല്ലേ? ആ എന്താ കിമ്മണത്തപ്പാ? ആ കോളി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വരും. ആ ഭാഗ്യം. മനസ്സിലായി. ആ കടിക്ക്. നീ കഴിക്കേ. തിന്നാ അവിടെ 2 ഉണ്ടായി കൊടുക്കും. നീ കഴിക്കേ. ഒരു പീസ് കഴിച്ചു. പിങ്ങൾ കഴിച്ചേക്കറാ. ഇത് താഴേക്ക് ഇങ്ങനെ കൊടുത്തേക്ക്. അപ്പം അറിയാൻ പറ്റും കറക്റ്റായിട്ട്. എങ്ങനെയുണ്ട്? എസ്മേ നിനക്ക് വേണോ ബിബിൻക? അതെ അതെ. അയ്യോ അതെ പറഞ്ഞിട്ട് വരും ഒരാളോട്. സ്ക്വിഷി ഇങ്ങോട്ട് പോന്നോ? ഔ അടുക്കളയിലേക്ക് നേരെ വരാനാ കൂട്ടാക്കണേ. ഞാനാ കൊടുക്കണേ വെച്ചിട്ടാണ്. ഇതെന്തപ്പോ ഇവിടെ റൂട്ട് മാറിട്ടാ. അവിടെയാടാ. എസ്മയ്ക്ക് വേണ്ട. ആ അതിന് ഉറക്കം വേണ്ട. അതാ എസ്മ അമ്മമ്മയുടെ കൂട്ടാ. എല്ലാം ഉണ്ടാക്കിയിട്ട് കൈയിട്ട് ഇളക്കുള്ളൂ. തീറ്റ കുറവാ അല്ലേ? എസ്മയ്ക്ക് തിന്നണ്ട. ദേവാണ്. ആ ഇവിടെ പിന്നെ അമ്മമ്മ അപ്പാപ്പനും എല്ലാരും ചേർന്നതായിട്ടുണ്ട്. എന്തും പൊക്കോളും. ബേക്ക് ചെയ്താ മതി. ഹലോ ഇത് കൊടുത്ത ഇതിന് കൊടുത്ത നീ. ഇതിന് ഒരു പ്രശ്നമില്ല. എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് വിട്ടോ. ഓ ഇതൊക്കെ കണ്ടാ ഡാഡയുടെ ഷെഫിന്റെ ഒരു ഭാവി കാണാണ്ട്. കാട്ടിയേ അവള് ഉണ്ടാക്കാനും ഇവള് തിന്നാനും കേട്ടാ. ആ കണ്ണില് പക്ഷെ കത്തി ഇപ്പോഴേ കുത്തണേ. കണ്ണ പുറത്തേക്ക് ഇറങ്ങട്ടാ ഏച്ചമ്മ. ഏച്ചമ്മ ഇവിടുന്നേ അടിയിൽ നിന്ന് എടുക്കുമ്പോ കണ്ണ് പുറത്ത് ഇളകി മറയുന്നുണ്ട്. പക്ഷെ പ്രിങ്ങുവിനെ പോലെ ഒന്നുമല്ല. പ്രിങ്ങുവിനേക്കാൾ നന്നായിട്ട് നൈഫ് ആൻഡ് ഫോർക്കൊക്കെ പിടിക്കുന്നുണ്ട്. പ്രിങ്ങ ഉള്ള ആ സ്കില്ല് ഞാൻ ഉൾക്ക് കൊടുത്തു. ആ ആർക്ക്? രശ്മിക്ക് വേണ്ട. നമുക്ക് സ്വീറ്റിനോട് വലിയ താല്പര്യം കുറവല്ലെങ്കിലും അച്ഛമ്മൂനെ അറിയാം. അത് ബേക്ക് ചെയ്ത് കണ്ട 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 അതിനൊക്കെ ദേ ഇവിടെ കണ്ട. ദേ ഹലോ. ആ ഇതിൽ വെച്ചേ പണ്ടാരടങ്ങാനായിട്ട് ആരോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. വെറുതെ ഇത് പൊന്തത്തെ. ഞാൻ എൻ്റെ മെയിൻ കോഴ്സ് കഴിച്ചിട്ടില്ല ചേട്ടാ. ആ അല്ലേ അത് എടുത്ത് വെച്ചേ. അത് വെച്ചേ ഞാൻ കഴിച്ചോട്ടെ ആദ്യം. കണ്ടു തേങ്ങാപ്പാലിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് അതിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ദിവസം നീ ഇതിൻ്റെ റെസിപ്പി ചെയ്തോ കേട്ടാ. ഇവിടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ നൂഡിൽസാണിത്. സോറി എൻ്റെ ഫ്രൈഡ് റൈസ്. ബിബിങ്ക നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. സോ ബ്യൂട്ടിഫുൾ. അവൾക്ക് കൊടുക്കണ്ടേ. ഇതിന് നീ നിർബന്ധിച്ച് പഞ്ചാര കൊടുക്കണേ. വയറ് വെച്ച് ഭക്ഷണം കഴിച്ചാ
ഓക്കെ ഗൈസ് കം ക്ലോസ്. അപ്പൊ ഇതുപോലത്തെ സൂപ്പർ വീഡിയോക്ക് വീഡിയോയ്ക്കായിട്ട് സമീപിക്കുക ബൂംബാങ് കമ്പനി. അപ്പൊ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തവണ കാണാൻ. ബൈ ഫോർ നോ. ബൈ ബൈ. ഞാൻ മടുത്തു കഴിച്ചത്, പക്ഷെ എനിക്ക് ഇഷ്ടമായി. ആരെങ്കിലും നിർബന്ധിച്ചിട്ടില്ല. പിങ്ങ മൈദ കഴിച്ചാൽ നിനക്ക് വയറുവേദന എടുക്കും, ഞാൻ പറഞ്ഞില്ലെന്നുണ്ട്. ആ